എമിഗ്രേഷൻ, വ്യോമയാനം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്ന 10 കരാറുകളിലാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈത്തും ചൈനയും ഒപ്പുവെച്ചത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അൽ ഹമദ് അൽ സ്വബാഹിനെയും സംഘത്തെയും ബീജിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ജാൻ മേഗനും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഷെയ്ഖ് ജാബിർ ചൈനീസ് പ്രധാനമന്ത്രി ലീ കെഗിയാങ്ങിനൊപ്പം ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബ ഖാലിദ് അൽ ഹമദ് അൽ സ്വബാഹും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിസ നടപടികൾ ലഘൂകരിക്കുന്ന കരാറിൽ ഒപ്പുവെച്ചു. സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്ന കരാറിൽ കുവൈത്ത് ധനകാര്യമന്ത്രി അനസ് ഖാലിദ് അൽ സ്വാലിഹും ചൈനീസ് വികസനകാര്യ സമിതി മേധാവി ഷുവാങ് ഷുവും ഒപ്പുചാർത്തി. പെട്രോളിയം രംഗത്തെ സഹകരണ കരാറിൽ കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രി ഡോക്ടർ അബ്ദുൽ മുഹസിൻ അൽ മുദീജും ചൈനയെ പ്രതിനിധീകരിച്ച് ഊർജ്ജമന്ത്രി വുഷിയോങ്ങും ഒപ്പുവെച്ചു. വ്യോമയാന രംഗത്ത് യോജിച്ച് പ്രവർത്തിക്കാൻ കുവൈത്ത് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫവാസ് അബ്ദുൽ അസീസ് അൽ ഫറാഹും ചൈനീസ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ലീ ജിയാഷിയാങ്ങും ആണ് കരാറിൽ ഒപ്പുവെച്ചത്. GCCയിൽ തങ്ങളുമായി ആദ്യ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച രാജ്യമെന്ന നിലക്ക് കുവൈത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ചൈനീസ് മാധ്യമങ്ങൾ വൻ പ്രാധാന്യമാണ് നൽകിയത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി.